ഞാനിപ്പോൾ നിൽക്കുന്നത് വിളയാങ്കോടാണ്. ഇവിടെ ഒരു പ്രശ്നം രൂപപ്പെട്ടിട്ടുണ്ട്. ആ പ്രശ്നം എന്തെന്നാൽ ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വേണമെന്നുള്ള ആവശ്യവുമായി കുളപ്പുറം വായനശാലയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ചെറുതാഴം പഞ്ചായത്തിനെയും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിനെയും തമ്മിൽ അതിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ദേശീയപാതയാണിത്. ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് പറ്റുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒപ്പുശേഖരണം നടക്കുന്നത്. വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒപ്പുശേഖരണം നടക്കുന്നത്. ദേശീയപാത നിർമ്മാണം അതിവേഗം പൂർത്തിയാകുമ്പോൾ വിളയാങ്കോട് പ്രദേശത്തെ ജനങ്ങൾ കടുത്ത യാത്രാ ദുരിതത്തിലും ഭീതിയിലുമാണ്. പാതയുടെ ആധുനിക രീതിയിലുള്ള നിർമ്മാണം വിളയാങ്കോടിന്റെ ഇരുഭാഗങ്ങൾ തമ്മിലുള്ള പരമ്പരാഗത ബന്ധം പൂർണ്ണമായും ഇല്ലാതാക്കി. ദൈനംദിന ആവശ്യങ്ങൾക്ക് ജീവൻ പണയപ്പെടുത്തി വേണം നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും റോഡ് മുറിച്ചു കടക്കാൻ. അടിയന്തരമായി ഈ ഭാഗത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ശക്തമായ ജനവികാരം ഉയരുകയാണ്. ആദ്യഘട്ട നിലയിൽ നിവേദനം നൽകിയിട്ടുണ്ട്. അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഒപ്പുശേഖരണം നടത്തുന്നത്. തുടർന്ന് ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സാംസ്കാരിക സംഘടനകൾ, ബഹുജന പ്രസ്ഥാനങ്ങൾ അവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും തുടർ പ്രവർത്തനം എന്ന നിലയിൽ മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത്. ചെറുതാഴം, കടന്നപ്പള്ളി, പാണപ്പുഴ എന്നീ രണ്ട് പ്രമുഖ ഗ്രാമപഞ്ചായത്തുകളിലായി 60,000-ഓളം ജനങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. ദേശീയപാതയുടെ ഒരു ഭാഗത്തായി 5ഓളം പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ 3 പ്രമുഖ ആരാധനാലയങ്ങൾ, പ്രാദേശിക ആശുപത്രി, പോസ്റ്റ് ഓഫീസ്, വിളയാങ്കോട് ഓട്ടോ സ്റ്റാൻഡ് എന്നിവയും ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പുറമെ ദിവസേന 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് ആയുർവേദ കോളേജ് എന്നിവയും ഈ റോഡിന്റെ മറ്റൊരു ഭാഗത്താണുള്ളത്. എന്നാൽ പാതയുടെ വടക്കുഭാഗത്തായി വിളയാങ്കോട് LP സ്കൂൾ, കടന്നപ്പള്ളി ബാങ്ക്, റേഷൻ കട തുടങ്ങിയ സുപ്രധാന പൊതുസ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ജോലി ചെയ്യുന്നവരും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുമായ വലിയൊരു ജനവിഭാഗം യാത്രാമാർഗങ്ങൾക്കായി വിളയാങ്കോട് ബസ് സ്റ്റോപ്പിനെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ ഇന്നലെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അപ്പുറത്ത് വണ്ടിയില്ലെങ്കിൽ ഇപ്പുറം വിളിക്കാൻ പോകുന്നത് നമുക്ക് പറ്റുന്നില്ല. കാരണം വാഹനം അങ്ങനത്തെ ഒരു തരത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ വന്നതിന് ശേഷം ഞങ്ങൾ പോകുന്നത്. ഓരോ മണിക്കൂറിലും 100 കണക്കിന് യാത്രക്കാരാണ് ഇവിടെ റോഡ് മുറിച്ച് കടക്കേണ്ടി വരുന്നത്. വികസനം വരുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിപ്പാതയോ നടപ്പാലമോ വേണമെന്നത് പ്രാഥമിക ആവശ്യമാണെങ്കിലും ഇവിടെ അത് അവഗണിക്കപ്പെട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിവേഗത്തിൽ വാഹനങ്ങൾ പായുന്ന പുതിയ പാത മുറിച്ചു കടക്കുക എന്നത് കുട്ടികൾക്കും പ്രായമായവർക്കും രോഗികൾക്കും ഒരുപോലെ അസാധ്യമാണ്. കൂടാതെ ഇതിനകം തന്നെ നിരവധി അപകടങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. നിരവധി അപകടങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതോടെ ഓരോ ദിവസവും ഇവിടെ റോഡിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് ഇവർ മുന്നറിയിപ്പില്ലാതെ തന്നെ ഒരു ബോർഡ് പോലും വെക്കാതെ മേഘയുടെ ആൾക്കാർ ഇവിടെ വാഹനങ്ങളെ തിരിച്ചുവിടുമ്പോൾ അതിവേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഈ പോക്കറ്റ് റോഡിൽ നിന്നും കുളപ്പുറം കടന്നപ്പള്ളി റോഡിൽ നിന്നും ഭാഗത്ത് വരുന്ന ചെറിയ വാഹനങ്ങളെ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച് മരണത്തിലടക്കം റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരുപാട് സാധ്യതകൾ ഞങ്ങൾ മുന്നിൽ കാണുകയാണ്. ഈ അതീവ ഗുരുതരമായ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ വിളയാങ്കോട് ബസ് സ്റ്റോപ്പിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രവർത്തകരും നാട്ടുകാരും കണ്ണൂർ നാഷണൽ ഹൈവേ അതോറിറ്റി ഡയറക്ടർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ ഈ ന്യായമായ ആവശ്യത്തിന്മേൽ അധികൃതർ എത്രയും വേഗം അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശം. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുവഴി ദൈനംദിനം യാത്ര ചെയ്യുന്നത്. ഇതിനകം തന്നെ ഒരുപാട് അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. സുരക്ഷയെ മുൻനിർത്തി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് പണിയണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും ആവശ്യം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.